ഇനി ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാർട്ടാണ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ നമുക്ക് സിമിലറായിട്ട് തോന്നുമെങ്കിലും അത് തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ആ ഡിഫറൻസ് എന്തുവെന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചറിൻ്റെ ഡയറി എടുത്ത് നോക്കിയാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കിട്ടും. കുറച്ച് പേരുടെ പേര് കിട്ടും, സ്കോർ കിട്ടും, ടെസ്റ്റ് കിട്ടും, അങ്ങനെ കുറേ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഫിഗർ 1.1 കാണിച്ചിരിക്കുന്ന പോലെ അനിത, ആദർശ് 20, 18, 18, 91 ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതിന്ന് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവത്തില്ല. ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടത്തില്ല. ഇങ്ങനെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടാത്ത സ്പ്രെഡായി കിടക്കുന്ന ഡേറ്റേനെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ ഡിനോട്ട്സ് റോ ഫാക്ട്സ് ആണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടല്ല. റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് സച്ച് ആസ് നെയിംസ്, നമ്പേഴ്സ്, വേർഡ്സ്, എമൗണ്ട്, ക്വാണ്ടിറ്റി എറ്റ്സെട്ര. ഇനി ഫിഗർ 1.2 ഒന്ന് നോക്കിയേ. ഇവിടെ നമുക്ക് പറയാം ഇത് ഇൻഫർമേഷനാണെന്ന്. കാരണം ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. റോൾ നമ്പർ ആണെന്നും നെയിം അനിത, ആദർശ്, അവരുടെ സ്കോർസ്, അസൈൻമെൻറ്റിന് ഇന്ന മാർക്ക്, ടെസ്റ്റിന് ഇന്ന മാർക്ക്, സെമ്മിന് ഇന്ന മാർക്ക്, ഇങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് ഒരു ക്ലിയർ കട്ട് ഇൻഫർമേഷൻ കിട്ടും. സോ അതിനെയാണ് നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. സോ ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നതിന് ഇൻഫർമേഷൻ എന്നും ക്ലിയർ ഐഡിയ കിട്ടാത്തതിന് ഡേറ്റ എന്നും പറയും. ഒരു ഇൻഫർമേഷൻ ഫോം ചെയ്യണമെങ്കിൽ ഡേറ്റയിൽ നമ്മൾ കുറച്ച് അഡീഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം, എങ്കിലേ അത് ഇൻഫർമേഷൻ ആകത്തുള്ളൂ. അടുത്തത് ഇനി നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ നമുക്ക് ലേബിൾസ്, അതായത് ഇവിടെ റോൾ നമ്പർ, നെയിം, അസൈൻമെൻറ്റ്, ടെസ്റ്റ്, പ്രോജക്റ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നില്ലേ, അതിൽ ലേബിൾസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. സോ ലേബിൾസ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. സോ ഡേറ്റയെ നമുക്ക് ഇൻഫർമേഷനായിട്ട് കൺവേർട്ട് ചെയ്യാം. അതേസമയം ഡേറ്റ എന്ന് പറയുന്നത്, ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഡേറ്റയായിട്ടും യൂസ് ചെയ്യാം. ഡേറ്റയെ നമുക്ക് കൺവേർട്ട് ചെയ്ത് ഇൻഫർമേഷനായിട്ടും യൂസ് ചെയ്യാം. ഇവിടെ ഈ ഒരു ഫിഗർ 1.3 നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ്, SSLCയുടെ സർട്ടിഫിക്കറ്റാണ് തന്നിരിക്കുന്നത്. അവിടെ നമുക്ക് ഇപ്പോൾ നെയിം ഓഫ് കാൻഡിഡേറ്റ്, നെയിം ഓഫ് റീജിയൻ, ലാംഗ്വേജ്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ട് നമുക്ക് അതിൻ്റേതായ ഇൻഫർമേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നമുക്കൊരു കംപ്ലീറ്റ് ഇൻഫർമേഷനാണെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയ കിട്ടും. കറക്റ്റ് ലേബിൾസിൽ എല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻഫർമേഷനാണ്. സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ നോളജിലോട്ട് ആഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് നോളജ് കിട്ടുന്നത് ഇൻഫർമേഷനിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഫർമേഷനിൽ നിന്നും ആണ് നമുക്ക് എന്ത് ചെയ്യുക, ഇനി ഇൻഫർമേഷനിൽ നമുക്ക് ഡേറ്റയും ഇൻഫർമേഷനെയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഡേറ്റ എന്ന് പറയുന്നത് റോ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതായത് 1, അനിത, നമ്പർ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഡേറ്റയാണ്. ഇൻഫർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രോസസ്ഡ് ഡേറ്റയാണ്. ഡേറ്റയിൽ അഡീഷൻസോ സബ്സ്ട്രാക്ഷൻസോ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ നമ്മൾ ഇൻഫർമേഷൻ എന്ന് പറയുന്നു. ഇനി ഡേറ്റ എന്ന് പറയുന്നത് ഒരു റോ മെറ്റീരിയലാണ്, ഒരു റോ മെറ്റീരിയൽ പോലെയാണ്. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്. ഡേറ്റയെ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇൻഫർമേഷൻ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡേറ്റ എന്ന് പറയുന്നത് പ്രിസൈസ് ആയിരിക്കും, ക്ലിയർ സെൻസ് നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ ക്ലിയർ ആൻഡ് മീനിങ് ഫുൾ ആയിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഇൻഫർമേഷൻ നമ്മുടെ നോളജിലോട്ട് ആഡ് ചെയ്യപ്പെടുകയും ഈ നോളജ് നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുമ്പം, പ്രാക്ടിക്കലി ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പം അതിന് ഡിസിഷൻ മേക്കിംഗ് എന്നും പറയുന്നു. ഈ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന നോളജ്, ആ നോളജിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ ഇൻഫർ ചെയ്തെടുക്കുന്നതിനെയാണ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് ഈ ഇൻ്റലിജൻസ് ഉണ്ട്. അതായത് നോളജിൽ നിന്നും വേണ്ട കാര്യങ്ങൾ ഇൻഫർ ചെയ്തെടുക്കാനുള്ള കഴിവാണ് ഇൻ്റലിജൻസ് ഉണ്ട്. അങ്ങനെ കമ്പ്യൂട്ടേഴ്സിൻ്റെ ഇൻ്റലിജൻസിനെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്.